അച്ഛനോടും അമ്മയോടും ഒപ്പം ലക്ഷ്മി കാറിൽ കയറി. പതിയെ അവൾ തന്റെ വലതുകരം അവളുടെ അടിവയറ്റിലേക്ക് ചേർത്ത് വെച്ചു. താൻ ഒരു അമ്മയാകാൻ പോകുന്നു. ഒരു കുരുന്ന ജീവൻ തന്നിൽ മുട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതോർത്തപ്പോൾ അവളിലൊരു കോരിത്തെരിപ്പുണ്ടായി. തന്റെ വൈശാഖനെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു അവൾക്കപ്പോൾ. ആ സമയം വൈശാഖൻ ഹോസ്പിറ്റലിലായിരുന്നു. ദീപ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞിരിക്കുകയാണ് വൈശാഖൻ. ഞങ്ങളുടെ ലക്ഷ്മി ഒരു പഞ്ചപാവമാണ്. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ശരിക്കും ഞാൻ പറഞ്ഞിട്ടാണ് അവൾ വൈശാഖിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ദീപ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നെൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഏട്ടനോട് ഈ കാര്യം പറഞ്ഞില്ല, ഏട്ടൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരിയായിരുന്നു. വൈശാഖിന് എന്തു പറയണമെന്നറിയത്തില്ല. കുറ്റബോധത്താൽ അവൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. എന്നോടവൾ എപ്പോഴും പറയും, വൈശാഖേട്ടനെ ദൈവം എനിക്ക് തന്നതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റാണെന്ന്. അതുപോലെ വൈശാഖൻ്റെ അമ്മ, അച്ഛൻ, സഹോദരിമാർ. എൻ്റെ ലക്ഷ്മി ഭാഗ്യമുള്ള കുട്ടിയാണ്. ദീപയുടെ ശബ്ദം ഇടറി. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ലക്ഷ്മി കാര്യങ്ങൾ പറയാതിരുന്നപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. വല്ലവിധേനയും അവൻ പറഞ്ഞൊപ്പിച്ചു. കുറച്ച് സമയം കൂടി അവർ രണ്ടാളും സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞതും അവൻ പോകാൻ എഴുന്നേറ്റു. അപ്പോഴാണ് രാജീവിൻ്റെ അമ്മ അവിടേക്ക് കയറി വന്നത്. അവരോട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ച ശേഷം അവൻ മുറിവിട്ടിറങ്ങി. വൈശാഖൻ പോയി കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് അമ്മയുടെ കോള് ദീപയ്ക്ക് വന്നത്. ലക്ഷ്മിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞതും അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ലക്ഷ്മി 2-3 തവണ വൈശാഖിൻ്റെ ഫോണിൽ വിളിച്ചു. പക്ഷെ വീണയാണ് ഫോൺ എടുത്തത്. ഹലോ ഏട്ടത്തി, ഏട്ടൻ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയി. ഏട്ടത്തിന്ന് വരില്ലേ? ഉണ്ണിമോൾ വന്ന് ഫോൺ മേടിച്ചു. ഏട്ടൻ വന്നു കഴിയുമ്പോൾ ഞാനങ്ങെത്താം. ഫോൺ വെച്ചോടിയെന്ന് ചോദിച്ച് സുമിത്ര അവിടേക്ക് വന്നു. ഏട്ടത്തി 1 മിനിറ്റ്, അമ്മയ്ക്ക് കൊടുക്കാം. വീണ ഫോൺ സുമിത്രയ്ക്ക് കൈമാറി. മോളെ, ആ തലവേദനയുടെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ? അത് കുഴപ്പമില്ലമ്മേ, ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. ആണോ? സമാധാനായി. ആ മോളെ, പിന്നൊരു കാര്യം, മോള് സ്റ്റെപ്പൊന്നും കയറില്ലേ, കടിഞ്ഞൂലാണ്. തന്നെയല്ല തുടക്കമല്ലേ? സുമിത്ര പരവശയായി. ഇല്ലമ്മേ, ഞാൻ മുകളിലേക്കൊന്നും പോയില്ല, സൂക്ഷിച്ചോളാം. അവൻ്റെ കൂടെ ഇങ്ങി പോരണം കേട്ടോ. അയ്യോ, അവൻ ബൈക്കിലല്ലേ പോകുന്നത്, അതിൽ കയറില്ലേ? ഈ അമ്മയുടെ ഒരു അങ്കലാപ്പ്. ഏട്ടത്തെ കൂടി പേടിപ്പിക്കല്ലേ. വീണ അമ്മയെ വഴക്കു പറഞ്ഞു. അമ്മേ, ഞാൻ വന്നോളാം. അച്ഛൻ്റെ കാറിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അത് മതി മോളെ. സുമിത്ര ഫോൺ കട്ട് ചെയ്തു. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. ഉണ്ണിമോൾ പുറത്തേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. ഓ, അച്ഛൻ വരുമ്പോ ആദ്യം ഈ വാർത്ത പറയാനിരിക്കുന്ന അവൾ. വീണ ചിറി കൂട്ടി. ആണെങ്കിൽ ചേച്ചിക്കെന്താ? ഞാൻ അതിന് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാളൂടി വഴക്കുണ്ടാക്കിക്കോ, സന്ധ്യവിളക്ക് കൊളുത്താറേ. സുമിത്ര ദേഷ്യപ്പെട്ടപ്പോൾ അവർ രണ്ടാളും നിർത്തി. ദേ, അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ ഓടി. എന്താ, എന്തു പറ്റി? അവൾ ഓടി വരുന്നത് കണ്ടുകൊണ്ട് അയാൾ കൈക്കോട്ട് താഴെയിട്ടു. അച്ഛാ, വൈശാഖേട്ടൻ അച്ഛനാകാൻ പോകുന്നു. ഇപ്പൊ ഏട്ടത്തിയുടെ അമ്മ വിളിച്ചു പറഞ്ഞതാ. ശേഖരന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നേരാണോ സുമിത്രേ? അയാൾ വാതിൽക്ക് വെച്ചിരുന്ന ഓട്ടുമുന്തയിൽ നിന്നും വെള്ളമെടുത്ത് കാൽ കഴുകി ഉമ്മറത്തേക്ക് കയറി. സത്യാണ്, ലക്ഷ്മി മോളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ആണോ? എന്റെ ഇടത് കണ്ണ് തുടിച്ചപ്പോഴേ ഞാൻ ഓർത്തു, എന്താ ഇത്രയ്ക്ക് സന്തോഷമെന്ന്. എന്നാലും എൻ്റെ ഉണ്ണിക്കണ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അമ്മയാണെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് തൃക്കൈവണ്ണ നിവേദ്യമാണ് നേർന്നത്. പിന്നെ എങ്ങനെയാണ് അച്ഛാ? അതിനെന്താടി, ഒരു ഉണ്ണിക്കണ്ണൻ ഇവിടെയും വരും, നീ കണ്ടോ? ഒരു കണ്ണനുണ്ട്, ഇനിയൊരു രാധ മതി അല്ലേ ചേച്ചി? അതെ അതെ, ഒരു പെൺകുഞ്ഞായാൽ മതിയായിരുന്നു. ഏട്ടനും പെൺപിള്ളേരെയാണ് താല്പര്യം. വീണ അത് ശരിവെച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരൻ എന്താണോ തരുന്നത് അത് ഇരു കയ്യിൽ നീട്ടി സ്വീകരിക്കുക. ശേഖരൻ പറഞ്ഞപ്പോൾ മൂവരും പിന്നെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അമ്പലമുറ്റത്ത് ആൽത്തറയിൽ വൈശാഖിന് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറൊന്നായി കാണും. രശ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണമെന്ന് ഓർത്തിരുന്നു.
ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തോമാച്ചേട്ടനെ കണ്ടു. പിന്നെ പുള്ളിക്കാരനുമായിട്ടാണ് അവൻ പോകുന്നത്. അവളെ തെറ്റിദ്ധരിച്ചതിൽ വൈശാഖിന് ഒരുപാട് വിഷമം തോന്നി. ഏത് നശിച്ച നിമിഷത്തിലാണോ തനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്? അവളോടൊരായിരം മാപ്പ് പറയണമെന്ന് അവനോർത്തു. ആ, ഒരു ദിവസം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കട്ടെ. നാളെ കാലത്തെ പോയി കൊണ്ടുവരാം. സമയം 7 മണിയായിരിക്കുന്നു. അവൻ ബൈക്കിൽ കയറി. ഏട്ടാ, ഏടത്തെ എവിടെ? മുറ്റത്ത് വൈശാഖിന്റെ ബൈക്ക് വന്ന് നിന്നത് ഉണ്ണിമോൾ ഓടിച്ചെന്നു. ഞാൻ ഏട്ടത്തെ കൊണ്ടുവരാൻ പോയതല്ല, മറ്റൊരാവശ്യത്തിന് പോയതാ, അവൻ ഉദാസീനനായി പറഞ്ഞു. ദൈവമേ, നീ ലക്ഷ്മി മോളെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? കഷ്ടായി പോയല്ലോ. സുമിത്രയ്ക്ക് ദേഷ്യം വന്നു. നാളെ കൊണ്ടുവരാം അമ്മേ. ഇന്നൊരു ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. അവൻ ചെരുപ്പ് വെളിയിൽ ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറി. ഏട്ടാ, ചിലവെപ്പോഴാ? വീണ അവൻ്റെ അരികിലേക്ക് വന്നു. ചെലവോ? എന്തിൻ്റെ? വൈശാഖന്റെ നെറ്റി ചുളിഞ്ഞു. പറഞ്ഞ പോലെ ഏട്ടൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. ഫോൺ ഇവിടെ വെച്ചിട്ടല്ലേ പോയത്? ഉണ്ണിമോ പറഞ്ഞപ്പോഴാണ് എല്ലാവരും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഉണ്ണിമോളെ, നിങ്ങളാരും ഒന്നും മിണ്ടണ്ട. വൈശാഖ, നീ പോയി ഫോണെടുത്ത് ലക്ഷ്മി മോളെ വിളിക്ക്. ശേഖറിന്റെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടു. അതെ, അതാണ് ശരി. നീ പോയി മോളുടെ ഫോണിലൊന്ന് വിളിക്ക്. സുമിത്രയും അത് ശരിവെച്ചു. ലക്ഷ്മി നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു കാണും. അതാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അവൻ മുറിയിൽ ചെന്ന് തന്റെ ഫോൺ എടുത്തു. ലക്ഷ്മി 3-4 തവണ വിളിച്ചിട്ടുണ്ട്. കോൾ ഹിസ്റ്ററി നോക്കിയപ്പോൾ അവൾ കാര്യമായിട്ട് സംസാരിച്ചതായും അവൻ കണ്ടു. അവൻ ഫോണുമായിട്ട് കട്ടിലേക്ക് വന്ന് കിടന്നു. അവളെ അങ്ങോട്ട് വിളിക്കാൻ അവന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പെട്ടെന്ന് അവന്റെ ഫോൺ ചലിച്ചു. ലക്ഷ്മി കാളി. ആദ്യമൊന്നും അമ്പരന്നെങ്കിലും പെട്ടെന്നവൻ അവളുടെ കോള് അറ്റൻഡ് ചെയ്തു. ഹലോ ലക്ഷ്മി. അവൻ ഫോണെടുത്ത് കാതോട് ചേർത്തു. ഹലോ ഏട്ടാ, ഏട്ടൻ വീട്ടിൽ വന്നോ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ലക്ഷ്മി. ഐ എം സോറി. എനിക്ക് സത്യം പറഞ്ഞു എന്താണ് പറയേണ്ടതെന്ന് പോലും അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ഏട്ടാ, അതൊന്നും സാരമില്ല. ഏട്ടൻ എന്താ ഇന്ന് വരാതിരുന്നത്? ഞാൻ ദീപേച്ചിയെ കാണാൻ പോയിരുന്നു. വന്നപ്പോൾ ലേറ്റായി. ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. തലവേദന എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ പോയോ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഏട്ടനിപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ലക്ഷ്മി ഓർത്തു. ലക്ഷ്മി, ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ വീണ്ടും ചോദിച്ചു. കുഴപ്പമില്ല ഏട്ടാ. അമ്മയൊന്നും പറഞ്ഞില്ലേ? അമ്മയോ? ഇല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ ലക്ഷ്മി കാര്യം? ഏട്ടാ, അതൊന്നുമില്ല ഏട്ടാ, ഞാൻ വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. അമ്മയാണെങ്കിൽ തന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ലക്ഷ്മിയെ വിളിക്കാനാണ് തന്നോട് അച്ഛൻ പറഞ്ഞത്. ഏട്ടാ, ചിലവുണ്ടെന്ന് വീണ പറഞ്ഞത് എന്തിനാ? വൈശാഖൻ വേഗം തന്നെ ലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചു. അവൾ പക്ഷെ അത് റിജക്ട് ചെയ്തു. പെട്ടെന്ന് അവൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. നോക്കിയപ്പോൾ ലക്ഷ്മിയുടെ മെസ്സേജാണ്. ഒരു ഇമേജായിരുന്നു വന്നത്. അവനത് ഓപ്പൺ ചെയ്ത് നോക്കി. വൈശാഖിന്റെ ശരീരത്തിലൊരു കോരിത്തെരിപ്പാണുണ്ടായത്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ കുഞ്ഞിക്കാലുകളായിരുന്നു ആ ചിത്രത്തിൽ. അവൻ വേഗം ലക്ഷ്മിയെ വിളിച്ചു. ഹലോ ഏട്ടാ. ലക്ഷ്മി, നീ വേഗം വീഡിയോ കോളിൽ വന്നേ. അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തു. ലക്ഷ്മിയുടെ നാണത്താൽ കുതിർന്ന മുഖം കണ്ടപ്പോഴാണ് അവന് സമാധാനമായത്. ലക്ഷ്മി, ഏറ്റവും ആദ്യം അറിയേണ്ട ആളാണോ അവസാനം ഈ കാര്യം പറഞ്ഞത്? ഏട്ടന്റെ ഫോണിൽ ഞാൻ വിളിച്ചായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല ഏട്ടാ, ഒരു കുഴപ്പമില്ല. ഞാൻ ഉടനെ വരാം. എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞാൽ സമാധാനമാവും. അയ്യോ വേണ്ട ഏട്ടാ, ഇത്രയും നേരായില്ലേ? നാളെ രാവിലെ വന്നാൽ മതി. പോരാ, എനിക്ക് നിന്നെ കാണാണ്ട് ഉറക്കം വരത്തില്ല ലക്ഷ്മി. നീ ഫോൺ വെച്ചോ, ഞാനിപ്പോൾ വരാം. ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കും. എന്താ പറയേ? അവൻ അക്ഷമനായി. നാളെ കാലത്ത് ഏട്ടൻ വന്നാൽ മതി. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോരാം. ദീപേച്ചയെ കൂടി കയറി കാണണം. തൽക്കാലം ഇന്നെൻ്റെ കുട്ടൻ അവിടെ അടങ്ങിക്കിടക്കുക. നിനക്ക് തനിച്ച് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞിട്ടോ? അതിന് ഞാൻ തനിച്ചല്ലല്ലോ. നമ്മുടെ വാവയില്ലേ കുഞ്ഞുലക്ഷ്മി,
അവൾ ചിരിച്ചു. ഓക്കെ, എങ്കിൽ നീ പോയി റെസ്റ്റ് എടുക്ക്. നാളെ കാലത്തെ ഞാൻ വരാം. വൈശാഖൻ ഫോൺ കട്ട് ചെയ്തു. അവളെ ഒന്ന് നേരി കണ്ടാൽ മതിയെന്നായിരുന്നു അവന്റെ മനസ്സിൽ. ആ, ഈയൊരു രാത്രി കൂടി ഒന്ന് ഇരുണ്ടു വെളുക്കട്ടെ. താനും ലക്ഷ്മിയും ഒന്നായ ദിനം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എക്സാം കഴിഞ്ഞിട്ട് മതിയെല്ലാം എന്നും വാശി പിടിച്ചു നിന്ന പെണ്ണാണ് ഒരു ദിവസം തന്റെ ഇടനെഞ്ചിലേക്ക് പതിഞ്ഞു കയറി വന്നത്. എന്താണെന്ന് താൻ ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറയാതെ അവൾ തന്റെ കവിളിൽ ഒന്ന് കടിച്ചു. കുഞ്ഞുലക്ഷ്മിയെ കാണാൻ തിടുക്കമായി എന്ന് തന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു. മുഖം പിടിച്ച് മേൽപോട്ട് ഉയർത്തിയപ്പോൾ നാണത്താൽ കൂമ്പിയടഞ്ഞ അവളുടെ മിഴികളിലേക്കായിരുന്നു അവന്റെ ദൃഷ്ടി പതിഞ്ഞത്. സ്വന്തമാക്കിക്കോട്ടെ നിന്നെയെന്ന് ഞാൻ ചോദിച്ചതും ഇത്തിരി കൂടി ബലത്തിലവൾ തന്നെ ഇറക്കി പുണർന്നു. ആ രാത്രി അവരുടെ പ്രണയത്തിന് പൂർണ്ണത വരുത്തുകയായിരുന്നു. തന്റെ ലക്ഷ്മിയെ അന്ന് ആദ്യമായി അത്രമേൽ ബ്രീലാവിവശയായി കണ്ട രാത്രി. പാലൊഴി തൂകി നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ പോലും നാണത്താൽ കാർമേഘങ്ങൾക്ക് പിന്നിലേക്ക് മുഖം ഒളിപ്പിച്ചു പോകുന്നത് ജാലകവിടവിലൂടെ അവൻ നോക്കിക്കണ്ടു. അവളുടെ അതിർത്തിലെ തേൻ നുകർന്ന ശേഷം തിടുക്കത്തിൽ അവൻ മറ്റെന്തിനോ ധൃതി കാട്ടി. തന്റെ പെണ്ണിന്റെ പാതിനഗ്നമായ മേനിയിൽ അവന്റെ നാവും ചുണ്ടും പതിഞ്ഞു. ഒടുവിൽ അവളുടെ മിഴിനീർക്കണങ്ങൾ ചാലിച്ച രാത്രിയിൽ തന്നിലേക്ക് തന്റെ പെണ്ണിന്റെ പൂവുടൽ സ്വന്തമായി. എല്ലാം ഓർത്തുകൊണ്ട് വൈശാഖ് ഒരു ചിരിയോടെ നിന്നു. ഏട്ടാ, ചിലവെപ്പോഴാ? കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു. ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാനുള്ള ഈ ഉള്ളവൾക്ക് കഴിയുന്നുണ്ട്. വീണ വാതിക്ക് വന്ന് എത്തി നോക്കി. വീണേ, നീ മേടിക്കും കേട്ടോ. 2 അടിയുടെ കുറവ് നിനക്ക് കാണുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, നമ്മൾ പോയേക്കാവേ. സത്യം പറഞ്ഞാൽ താൻ പ്രതീക്ഷിച്ചിരുന്നു ഈ വാർത്ത? അവൻ കട്ടിലേക്ക് വന്ന് കിടന്നു. പഠിത്തം കഴിഞ്ഞിട്ട് മതിയെന്നായിരുന്നു തങ്ങളുടെ രണ്ടാളുടെയും തീരുമാനം. പക്ഷേ ഇടയ്ക്കൊരു നാൾ തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കവേ അവളും ആ ആഗ്രഹം പങ്കുവച്ചു. എന്തായാലും പഠിത്തമൊക്കെ തീരാറായില്ലേ ഏട്ടാ. ഇനി നമ്മൾക്കും ഒരു കുഞ്ഞിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൂടുന്നില്ലാട്ടോ. നിനക്ക് വലിയ വയറുമായിട്ട് പോയി എക്സാം എഴുതാനാണോ താല്പര്യം? നിന്റെ കൂട്ടുകാരി മെറീന പറഞ്ഞ പോലെ. ഓ, അപ്പോഴേക്കും അത്രയ്ക്ക് വലിയ വയറൊന്നും ആവില്ല. ഇനിയൊരു 6-7 മാസം കൂടിയല്ലേ ഉള്ളൂ ക്ലാസ് തീരാൻ. അത് വേണോ ലക്ഷ്മി? ഏട്ടാ, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് തന്നില്ലെങ്കിലോ? അതുകൊണ്ട് ഇനി വൈകിപ്പിക്കേണ്ട. എന്റെ തീരുമാനം ഇങ്ങനെയാണ്. തന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രകമ്പനങ്ങൾ നടക്കുന്ന പോലെ ഒരു കുഞ്ഞുമാവിയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അച്ഛനാകാൻ പോകുന്നുവെന്നറിയുമ്പോൾ ഇത്രയ്ക്ക് സന്തോഷം ഉണ്ടാകുമോ എല്ലാവർക്കും? വൈശാഖൻ ആലോചിച്ചു. ലക്ഷ്മി ഒന്ന് കണ്ടാൽ മതിയെന്ന് മാത്രമേ അവനപ്പോ ഉള്ളൂ. വല്യേട്ടാ, ഊണ് കഴിക്കാമായോ? ഉണ്ണിമോ വിളിച്ചു. അവൻ പതിയെ കട്ടിലിൽ നിന്ന് എണീറ്റു. അവരുടെ മുഖത്ത് നോക്കാൻ എന്തോ ഒരു ജാളിത പോലെ. ഏട്ടാ, എഴുതി വിളിച്ചില്ലേ? വിളിച്ചു. ഏട്ടൻ ഇപ്പോഴാണോ അറിയുന്നേ? എന്നിട്ടോ ഏട്ടാ? എന്നിട്ടെന്താ, നീ ഇരുന്ന് ഊണ് കഴിക്കാൻ നോക്ക്. സുമിത്ര അവളോട് കയർത്തു. നാളെ കാലത്തെ ലക്ഷ്മി മോളെ പോയി കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ. ചോറ് വിളമ്പുന്നതിനിടെ സുമിത്ര മകനെ ഓർമ്മിപ്പിച്ചു. പോകാമേ. ഇപ്പൊ വേണമെങ്കിലും പോകാൻ റെഡിയായിട്ടാ ഏട്ടന്റെ ഇരിപ്പ്. വീണ കളിയാക്കി. നീ മേടിക്കും കേട്ടോ, കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് വൈശാഖൻ. ലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഏത് നശിച്ച നിമിഷത്തിലാണോ അവളെയാണെങ്കിൽ അടിച്ചും പോയി. എല്ലാം കൂടി ഓർത്തപ്പോൾ അവനാകെ നിരാശ. എന്നാലും തന്റെ കുഞ്ഞു ലക്ഷ്മി ഇത്രയും പെട്ടെന്ന് തങ്ങളിലേക്ക് വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. മഹാദേവ, നീ കാത്തോണേ എന്റെ ലക്ഷ്മിയും കുഞ്ഞിനെ. അവൻ കണ്ണുകൾ അടച്ചു. ലക്ഷ്മിയും ഇതേ അവസ്ഥയിലാണ്. വിരഹവേദന ഇത്രയ്ക്ക് തീവ്രമാണോ? ഏട്ടനെ വിട്ടു പോരേണ്ടിയിരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്നായി അവളുടെ പ്രാർത്ഥന. 2-3 തവണ അവനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. എന്നാലും ഒന്നുകൂടി കാണണമെന്ന് തോന്നി. അല്ലെങ്കിൽ വേണ്ട, ഏട്ടൻ ഉറങ്ങട്ടെ. അങ്ങനെ അവളും ഇരുമിഴികളും പൂട്ടി. അപ്പോഴും അവളുടെ വലതുകരം അവളുടെ വയറിന്മേൽ തന്നെയായിരുന്നു. കാപ്പി കുടിച്ചിട്ട് പോകാം മോനെ. വിശപ്പില്ലമ്മേ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. കാലത്തെ തന്നെ വൈശാഖൻ ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെട്ടു. അവനിന്നലെ ഉറങ്ങിക്കാണില്ല. അപ്പോഴാ നിന്റെ ഒരു കാപ്പി. ശേഖരൻ ഭാര്യയെ നോക്കി ചിരിച്ചു. ഞാനും ഉറങ്ങിയില്ല എൻ്റെ ശേഖരേട്ട. അവളെ കാണാൻ
എന്തോ എനിക്കും വല്ലാത്തൊരാഗ്രഹം. വരട്ടെ, കാണാലോ. ഭാര്യ കൊടുത്ത ചൂട് കട്ടൻ കാപ്പി അയാൾ ഊതി ഊതി കുടിച്ചു. അശോകനും ശ്യാമളയും കൂടി സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. ലക്ഷ്മിയുടെ കാര്യത്തിൽ അവർക്ക് രണ്ടാൾക്കും അതീവ സന്തോഷമുണ്ട്. എങ്കിലും ദീപയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ചങ്ക് നീറിപ്പിടഞ്ഞു. അപ്പോഴാണ് വൈശാഖിന്റെ കാറ് ഗേറ്റിന്റെ അപ്പുറത്ത് വന്ന് നിന്നത്. ആ, വൈശാഖൻ കാലത്തെ തന്നെ വന്നോ? മോൾ എഴുന്നേറ്റോടി. അശോകൻ പോയി ഗേറ്റ് തുറന്നു. വൈശാഖൻ കാറകത്തേക്ക് കയറി. മോനെ, രാവിലെ തന്നെ പുറപ്പെട്ടല്ലേ? കാറിൽ നിന്നിറങ്ങിയ വൈശാഖിന്റെ അടുത്തേക്ക് അശോകൻ വന്നു. അതേ അച്ഛാ. അമ്മേ, ലക്ഷ്മി എവിടെ? അകത്താണോ? അവരകത്തുണ്ട്. മോൻ കയറി വാ. ലക്ഷ്മി എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. അവിടെയാണ് ഇന്നലെ കിടന്നത്. ശ്യാമള താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോഴേക്കും ലക്ഷ്മി ഇറങ്ങി വന്നു. വൈശാഖേട്ടൻ ഇത്രയും നേരത്തെ വരുമെന്ന് അവളും പ്രതീക്ഷിച്ചില്ല. അവളത് പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ശ്യാമളെ ചായ എടുക്ക്. അശോകൻ പറഞ്ഞപ്പോൾ അവർ വേഗം അടുക്കളയിലേക്ക് പോയി. ഞാൻ ദീപമോളെ ഒന്ന് വിളിക്കട്ടെ, ഇപ്പൊ വരാം. ലക്ഷ്മിയും വൈശാഖനും പരസ്പരം നോക്കി. രണ്ടുപേരുടെയും ചൂണ്ടിൽ ഒരു മന്ദഹാസമായിരുന്നു. അവളെ ഒന്ന് കെട്ടിപ്പുണരണമെന്നുണ്ട്. പക്ഷെ സാഹചര്യം മോശമായിപ്പോയി. വാ, നമുക്ക് പോകാം. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുക. പോകേട്ടാ, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അത് കഴിച്ചിട്ട് പോകാം. എന്റെ ലക്ഷ്മി, നമുക്ക് പോകാം, നീ വാ. ഏട്ടാ, ഒരു അരമണിക്കൂർ പ്ലീസ്, എന്നിട്ട് പോകാം. അവൾ കെഞ്ചി. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈശാഖിനും ലക്ഷ്മിയും പുറപ്പെട്ടത്. വൈശാഖേട്ടൻ എന്താ ഇത്രയും ധൃതി? കാറിൽ കയറി ഗേറ്റ് കടന്നതും അവൾ ചോദിച്ചു. അത് സിമ്പിളാണ് മോളെ. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരണം, അത്രേ ഉള്ളൂ. അയ്യടാ, ഒരു മനസ്സിലിരിപ്പ്. എന്നെ അടിച്ചതും പോരാഞ്ഞിട്ട്. വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വരട്ടെ? നീ വീട്ടിലേക്ക് വാ, ഞാനും വെച്ചിട്ടുണ്ട്. അവൻ ചിരിച്ചു. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ദേ, ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആളായിട്ടോ. എന്തോ? എങ്ങനെ? മോള് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. എന്താ കേട്ടില്ലേ? എന്നെ തൊട്ട് കളിച്ചാൽ വാവയുണ്ട് എനിക്ക്. അവൾ മെല്ലെ അവളുടെ വയറ്റിലേക്ക് വിരലുകൾ ഓടിച്ചു. നീ പോടി. ഞാനും എൻ്റെ കുഞ്ഞുലക്ഷ്മിയും ഒരു കക്ഷിയാ. ഞാൻ പറയുന്നത് എൻ്റെ മോള് വിശ്വസിക്കും. ഓ പിന്നെ, ചുമ്മാ തള്ളാതെ. കാണാം. നമുക്കിനി ഇതും പറഞ്ഞ് തർക്കിക്കണ്ട. നോക്ക് ലക്ഷ്മി, അച്ഛന്മാരോടാണ് പെൺകുട്ടികൾക്ക് കൂടുതലും അറ്റാച്ച്മെന്റ്. നീയും അതിന് വലിയൊരു ഉദാഹരണമല്ലേ? ഓക്കെ ഓക്കെ, നിർത്തിക്കോ, ഞാൻ സമ്മതിച്ചു. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ സമയത്ത് ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കണമെന്നാണ് കാരണവന്മാർ പറയുന്നത്. എൻ്റെ ഏട്ടാ, എനിക്ക് തൽക്കാലം ആഗ്രഹമൊന്നുമില്ല. അത് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അതൊക്കെ പോട്ടെ. ദീപേച്ചിയുടെ കാര്യം എങ്ങനെയാണ്? പാവം, കഷ്ടായി പോയല്ലോ. സത്യം, എൻ്റെ ചേച്ചിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ആകെ വിഷമമാണ്. പക്ഷെ രാജീവേട്ടൻ ഇത്തരക്കാരനാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിന്നോട് കാർത്തിക് എന്താ പറഞ്ഞത്? അവൻ കണ്ടോ രാജീവേട്ടനെ, ആ സ്ത്രീയെ? ഉവ്, അവൻ 2-3 തവണ കണ്ടു. അപ്പോഴൊന്നും അവൻ ഈ കാര്യം ആരോടും പറഞ്ഞില്ല. ഒരു ദിവസം ചേച്ചി അമ്മയും കൂടി സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ രണ്ടാളും കൂടി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ വെച്ചാണ് രാജീവേട്ടനെ കാണുന്നത്. പുള്ളിക്കാരനപ്പോൾ ജോലിക്ക് പോകാതെ അവളെയും കൂട്ടി നടക്കുവാണല്ലേ? ആട്ടെ, അവൾ എവിടെയുള്ളതാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. നീ കാർത്തികിനോട് പറയും. അവനോട് ഇന്നലെ രാത്രി അച്ഛനും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, ഞാൻ നിനക്ക് അന്യനാണോടി? കാർ ഓടിക്കുന്നതിനിടയിൽ വൈശാഖൻ ലക്ഷ്മിയെ നോക്കി. ഇതെന്താ പെട്ടെന്നിങ്ങനെ? നീ എന്നോടെന്താ ഇക്കാര്യം മറച്ചു വെച്ചത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിനക്ക് ഞാൻ അന്യനാണോ എന്ന്. സത്യം പറഞ്ഞ ദീപേച്ചി എന്നോട് പറഞ്ഞു, ഏട്ടനോട് ഈ കാര്യം പറയരുത്, രാജീവേട്ടനെ നേരെയാക്കി എടുത്തോളാന്ന്. ഏട്ടൻ അറിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ചേച്ചി ഏട്ടൻ്റെ മുഖത്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഏട്ടനോട് മറച്ചു വെച്ചതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി എന്നോട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. അതാണ് ഏട്ടാ. ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാവും. ഞാനും പെട്ടെന്ന് വയലൻ്റായിപ്പോയി. അന്ന് തോമാച്ചേട്ടൻ്റെ മകളുടെ കൊച്ചിനെ കാണുവാൻ പുള്ളിക്കാരനുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാ. അവിടെ വെച്ച് ആ പയ്യനെ നിന്നെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കങ്ങ്
പിന്നെ നീ എന്നോട് കള്ളം കൂടി പറഞ്ഞപ്പോൾ സകല നിയന്ത്രണവും വിട്ടുപോയി. തുടരും. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരു പാർട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയില്ല. കുറേ ട്രൈ ചെയ്തു. പക്ഷെ നോ രക്ഷ. അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിൽ കുറച്ച് ഭാഗം എഴുതി ചേർത്തു കേട്ടോ.